കരങ്ങൾ രണ്ടും മാറോട് ചേർത്ത് പിടിക്കാം. കണ്ണുകൾ തുറന്ന് വിഗാനത്തിലേക്ക് നോക്കാം. സങ്കീർത്തനം 73, 25 മുതലുള്ള വചനങ്ങളിൽ സങ്കീർത്തകൻ പറയുന്നൊരു കാര്യമുണ്ട്. കർത്താവേ, സ്വർഗത്തിൽ അങ്ങല്ലാതെ ആരാണ് എനിക്കുള്ളത്? ഭൂമിയിലും അങ്ങയല്ലാതെ ഞാൻ ആരെയും ആഗ്രഹിക്കുന്നില്ല. സ്വർഗത്തിൽ അങ്ങല്ലാതെ ആരാണ് എനിക്കുള്ളത്? ഭൂമിയിലും അങ്ങയല്ലാതെ മറ്റാരെയും ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ, സ്വർഗത്തിലും ഭൂമിയിലും ദൈവത്തിൽ ആശ്രയിച്ചു കൊണ്ടുള്ള ഒരു ജീവിതത്തെക്കുറിച്ചാണ് സങ്കീർത്തകൻ പറയുക. എന്നിട്ട് പറയാണ്, എൻ്റെ ശരീരം, എൻ്റെ മനസ്സ് ഇതൊക്കെ ക്ഷീണിച്ചു പോയേക്കാം, എന്നാൽ ദൈവമാണ് എൻ്റെ ബലം. എൻ്റെ ശരീരവും എൻ്റെ മനസ്സും ഒക്കെ ക്ഷീണിക്കാം, തളരാം. നമ്മൾ മനുഷ്യരല്ലേ? നമ്മൾ മനുഷ്യരായതുകൊണ്ട് ലോകത്തിൻ്റെതായ പലതും, നമ്മുടെ മാനുഷിക ശക്തിക്ക് ഉപരി നിൽക്കുന്ന പലതും നമ്മൾ അസ്വസ്ഥപ്പെടുത്താം. നമ്മുടെ മനസ്സിൻ്റെ ബലം കെടുത്താം, നമ്മുടെ ചിന്തകളുടെ ആരോഗ്യം തല്ലിക്കെടുത്താം, നമ്മുടെ ആത്മധൈര്യം നശിപ്പിച്ച് കളയാം, ഒക്കെ സാധ്യമാണ്. അതുകൊണ്ടാണ് സങ്കീർത്തകൻ പറഞ്ഞത്, എൻ്റെ ശരീരവും എൻ്റെ മനസ്സും തളർന്നു പോയേക്കാം, എല്ലാം തളർന്നു പോയേക്കാം, എന്നാൽ ദൈവമാണ് എൻ്റെ ബലം. God is my strength. എൻ്റെ ദൈവമാണ് എൻ്റെ ബലം. ഉള്ളുകൊണ്ട് എല്ലാവരും പറഞ്ഞേ, എൻ്റെ ദൈവമാണ് എൻ്റെ ബലം, എൻ്റെ ദൈവമാണ് എൻ്റെ ബലം. മനസ്സ് തളർന്നിരിക്കുന്ന മക്കള് വിശ്വാസത്തോടെ പറ, എൻ്റെ ദൈവമാണ് എൻ്റെ ബലം. ജീവിതം തളർന്നിരിക്കുന്ന മക്കള് നിങ്ങളുടെ ജീവിതത്തെ നോക്കിയിട്ട് പറ, എൻ്റെ ദൈവമാണ് എൻ്റെ ബലം. സ്വപ്നങ്ങളും പ്രതീക്ഷകളൊക്കെ താറുമാറായ ജീവിതങ്ങൾ, നിങ്ങളുടെ ജീവിതങ്ങളെ നോക്കിയിട്ട് പറ, എൻ്റെ കർത്താവാണ് എൻ്റെ ബലം. God is my strength. എൻ്റെ ദൈവമാണ് എൻ്റെ ബലം. ദൈവം മാത്രമായിരിക്കട്ടെ നിന്റെ ബലം. അവിടെയാണ് പ്രത്യേകത. ദൈവമാണ് എൻ്റെ ബലം എന്ന് പറയുമ്പോൾ ദൈവം മാത്രമായിരിക്കട്ടെ എൻ്റെ ബലം. എന്നിട്ട് സങ്കീർത്തകൻ പറയാണ്, അവിടെന്നാണ് എന്നേക്കുമുള്ള എൻ്റെ ഓഹരി. അവിടെന്നാണ് എന്നേക്കുമുള്ള എൻ്റെ ഓഹരി. ഒരു ദിവസത്തേക്കോ 2 ദിവസത്തേക്കോ നീണ്ടു നിൽക്കുന്ന ഭാഗതയോ അല്ല, എന്നേക്കുമുള്ള എൻ്റെ ഓഹരി എൻ്റെ കർത്താവാണ്. തമ്പുരാനെ, ഞങ്ങളും നിസ്സഹായ അവസ്ഥയിലാണ് നിൽക്കുന്നത്. സ്വർഗത്തിൽ അങ്ങല്ലാതെ മറ്റാരും എനിക്കില്ല, ഭൂമിയിലും അങ്ങനെ തന്നെയെന്നാണ് സങ്കീർത്തകൻ പറഞ്ഞത്. എൻ്റെ അവസ്ഥയും ശരിയാണ്. ഈ ഭൂമിയിലും എന്നെ സഹായിക്കാൻ ആരുമില്ല, ദൈവമേ നീ മാത്രമേ ഉള്ളൂ. എന്നെ മനസ്സിലാക്കാൻ ആരുമില്ല, നീ മാത്രമേ ഉള്ളൂ. എന്നെ ചേർത്ത് പിടിക്കാൻ ആരുമില്ല, നീ മാത്രമേ ഉള്ളൂ. ദൈവമേ, ഭൂമിയിലും നീ മാത്രമാണ് എൻ്റെ ആശ്രയം, നീ മാത്രമാണ് എൻ്റെ ബലം. കരങ്ങൾ മാറോട് ചേർത്ത് പിടിച്ച് ഈ സങ്കീർത്തകൻ പറഞ്ഞത് ഹൃദയത്തിൽ ഉരുവിട്ട് പറ, ദൈവമേ നീയാണ് എൻ്റെ ബലം, നീയാണ് എൻ്റെ സങ്കേതം, നീയാണ് എൻ്റെ ശക്തി, നീയാണ് എൻ്റെ കോട്ട, നീയാണ് എൻ്റെ എല്ലാം. യു ആർ മൈ എവരിതിങ്. താഴ്ന്ന സ്വരത്തിലൊന്ന് കർത്താവിനെ സ്തുതിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ എൻ്റെ സങ്കേതവും നീ എൻ്റെ കോട്ടയും, ആമേൻ. നീ എൻ്റെ പ്രാണനാഥൻ, നീ എൻ ദൈവം. ഉള്ളുകൊണ്ട് പറഞ്ഞേ, ദൈവമേ നീ എൻ ദൈവം, നീ എൻ ദൈവം. ആരാധിക്കും ഞാൻ
നീ എൻ്റെ സങ്കേതവും നീ എൻ്റെ കോട്ടയും നീ എൻ്റെ പ്രാണനാഥൻ നീ എൻ ദൈവം. ആരാധിക്കും ഞാൻ പൂർണ്ണ ഹൃദയമോടെ, സേവിച്ചിടും ഞാൻ നിൻ സർവ്വവുമാ. അടിയനിതാ അടിയനിതാ ദേവാ, അടിയനിതാ ദേവാ, അടിയനിതാ ദേവാ, അടിയനിതാ അടിയനിതാ ദേവാ, അടിയനിതാ ദേവാ, അടിയനിതാ ദേവാ, അടിയനിതാ അടിയനിതാ. ഈ നിമിഷങ്ങളിൽ ആ ഒരു പ്രാർത്ഥനയോടുകൂടി തന്നെ മുട്ടുമേലായിരിക്കാം. ഹൃദയത്തിൻ്റെ തുടിപ്പുകളെല്ലാം ഒരു വിശ്വാസത്തിൻ്റെ ഏറ്റുപറച്ചിലായിട്ട് മാറണം. ഈശോയെ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഈശോയെ, ഞാൻ നിന്നെ ആരാധിക്കുന്നു. ഈശോയെ, ഞാൻ നിന്നിൽ എൻ്റെ ജീവിതം സമർപ്പിക്കുന്നു. ഈശോയെ, നീയാണ് എൻ്റെ സർവ്വവും, നീയാണ് എൻ്റെ രക്ഷ, നീയാണ് എൻ്റെ കോട്ട എന്ന് നിരന്തരം പറയാൻ തക്ക വിധത്തിൽ ആത്മാവ് നമ്മളിൽ നിരന്തരം പ്രവർത്തിക്കട്ടെ. ഒട്ടുകുത്തി നിൽക്കുമ്പോൾ തുറന്ന കരങ്ങൾ ഈശോയിലേക്ക് നീട്ടിപ്പിടിക്കാം. ദിവ്യകാരൻ ഈശോ നമ്മളെ ആശീർവദിക്കാൻ ഒരുങ്ങുന്ന നിമിഷങ്ങളാണ്. കർത്താവിൻ്റെ സ്നേഹമാണ് നമ്മളെ ആശീർവദിക്കുന്നത്. അവൻ്റെ സാന്നിധ്യമാണ് നമ്മളെ ആശീർവദിക്കുന്നത്. അപ്പസ്തോലന്മാരെ ബലപ്പെടുത്തിയ അതേ സാന്നിധ്യം, അപ്പസ്തോലന്മാർക്ക് ജീവനേകിയ അതേ സാന്നിധ്യം കൊണ്ട് ഇതാ ഈശോ നമ്മളെ ആശീർവദിക്കുന്ന നിമിഷങ്ങളാണ്. താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് ഈശ്വരാശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന യേശുവേ, ആരാധന യേശുവേ, ആരാധന യേശുവേ, ആരാധന യേശുവേ, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.